ഹലോ ഗായ്സ്, ഐ എം ഹെൽത്തി ഹേ ഗെയിമർ. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നമ്മൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് തന്നെ വിചാരിക്കുന്നു. കോസ്മിക് ലെജൻഡ് EF എന്നുള്ളൊരു യൂട്യൂബറായിട്ടാണ് നമ്മൾ ഇന്നത്തെ കൊളാബറേഷൻ. അപ്പോൾ ഓനായിട്ടുള്ളൊരു മൈൻക്രാഫ്റ്റ് വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് ഒന്നിൽ കയറാം. അതാണ് നല്ലത്. നമുക്ക് ക്രിയേറ്റ് ന്യൂ വേൾഡ് ഉണ്ടാക്കിയിട്ട് നമ്മൾ ആദ്യം തുടങ്ങാം. എന്നിട്ട് നമുക്ക് ഓനെ വിളിച്ചു നോക്കാം. അപ്പോൾ അവൻ വരുമ്പോൾ അവൻ്റെ പോവാം ഗൈസ്. അപ്പോൾ നമുക്ക് സർവൈവലായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇനി ഓൻ വന്നിട്ട് നമുക്ക് കാണാം. അത് ഗൈസ്, ഓൻ ഡിസ്കണക്റ്റ് ആയിട്ടുണ്ട്. ഓൻ എല്ലാം വരുന്നതാണ് കേട്ടത്. അപ്പോൾ ഓൻ വരാൻ നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. ഇനി ഓൻ വന്നിട്ട് നമ്മൾ കാത്തൊക്കെ ഓൻ വരുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഗൈസ്. നമുക്ക് ഇതൊക്കെ കട്ട് ചെയ്ത് എടുക്കാം. ആദ്യം തന്നെ നമുക്ക് ഇതൊക്കെ കട്ട് ചെയ്തതിൻ്റെ ശേഷമാണ് നമ്മളിനി നോക്കാം. നിങ്ങൾ ഇങ്ങനെയൊക്കെ കളിക്കലുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. നമുക്ക് വേറെ ആരെങ്കിലും കളിക്കണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. കോസ്മിക് ലെജൻഡ് ഇപ്പോൾ വരുന്നതാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും അവൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളിതൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. 300 സബ്സ്ക്രൈബേഴ്സാണ്. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അപ്പോൾ ഞങ്ങൾക്ക് കളിയിലോട്ട് പോകാം. നമുക്ക് ഓനെ വെയിറ്റ് ചെയ്യണം. ഓനൊന്ന് ഡിസ്കണക്റ്റ് ചെയ്തതാണ്. ഇപ്പോൾ വരും. നമുക്ക് ഓനെ വെയിറ്റ് ചെയ്യാം ഗൈസ്. വരുന്ന നമുക്കിങ്ങനെ കട്ട് ചെയ്ത് കളിക്കാം. നമുക്ക് എന്തൊക്കെ ഉണ്ടാക്കണം അതെല്ലാം ഉണ്ടാക്കാം. ആദ്യം ഇതൊക്കെ കട്ട് ചെയ്യാം ഗൈസ്. മരം മുറിച്ചുകൊണ്ട് നിൽക്കുകയാണ്. നമ്മൾ ആദ്യമായിട്ടാട്ടോ മൈൻക്രാഫ്റ്റിൻ്റെ ഒരു വീഡിയോ വരുന്നത്. മൈൻക്രാഫ്റ്റിൻ്റെ വീഡിയോക്ക് വേണ്ടിയാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടതിലൊക്കെ കമൻറ്റ് ഇട്ടാൽ മതി. നമ്മൾ മൈൻക്രാഫ്റ്റിൻ്റെ തന്നെ ഇടും ഇനിയും. അതോ മൈൻക്രാഫ്റ്റിൻ്റെ അല്ല വേറെ ഇതിലൂടെ ആണെങ്കിൽ ഈ ഫുട്ബോളിൻ്റെ മതി ഉണ്ടെങ്കിൽ അതും കമൻറ്റ് ഇട്ടാൽ മതി. നമുക്ക് അത് എടുക്കാം. നമുക്ക് മൈൻക്രാഫ്റ്റിൻ്റെ വേണം മതി ഉണ്ടെങ്കിൽ അത് ഇട്ടാൽ മതിട്ടോ. അതാണ് നല്ലത്. നമുക്ക് വ്യൂസുകളതിനനുസരിച്ച് നോക്കാം. ഇനി എന്തായാലും നമുക്ക് ചെക്കൻ വന്നിട്ട് നോക്കാം ഗൈസ്. നമ്മൾ പശുവിനെ കൊല്ലാൻ നിൽക്കിയാനോ എന്തായാലും കൊല്ലാം. അത് ചെയ്തിട്ട് ബാക്കി നമുക്ക് നോക്കാം. എന്നിട്ട് എന്താ പറയുക, നമുക്കൊന്ന് എന്തോ തകരാറുണ്ട് കയറാൻ കഴിയുന്നത്. അപ്പോൾ നമുക്കൊന്ന് ക്വിറ്റ് അടിച്ചിട്ട് നോക്കാം. അതാണ് നല്ലത്. അപ്പോൾ സേവ് ആൻഡ് ക്വിറ്റ് എന്നൊക്കെയുണ്ട്. ഇനി ഓനൊക്കെ വന്നിട്ട് നമുക്ക് കാണാം. അതേ കഴിയുള്ളൂ. ഓൻ വരികയാണെങ്കിൽ നമുക്ക് നോക്കാം. അപ്പോൾ ഗൈസ്, നമ്മൾ കയറാൻ പോകട്ടെ. കോസ്മിക് ലെജൻഡിൽ പ്രൊസീഡ്. ഇറ്റ്സ് നോട്ട് എ പ്രോബ്സ്. അപ്പോൾ എന്തായാലും നമ്മൾ അവിടെ എത്തിയിട്ടേ കാണുള്ളൂ. ഇപ്പോഴത്തെ എന്തായാലും ഉറപ്പാണ്. അതായത് നമ്മൾ അവിടെ എത്തിയിട്ട് നമുക്ക് എന്താ ചെയ്യുക നമുക്ക് ചെക്കനോട് ചോദിച്ചു നോക്കാം. അവിടെ എത്തിയിട്ട് അപ്പോൾ നമ്മളൊപ്പം തന്നെ ഉണ്ട്. നമുക്ക് എന്തായാലും അവനോട് ചോദിച്ചു നോക്കണം. അപ്പോൾ നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. അപ്പോൾ നമുക്ക് നമ്മൾ ആദ്യം എന്താ ചെയ്യണേ? വില്ലേജ് കണ്ടുപിടിക്കണം അല്ലേ? അപ്പോൾ നമുക്ക് എന്തായാലും വില്ലേജ് എടുക്കാം പോവാ ഗൈസ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഈ സർവേയിലൊക്കെ ഞാൻ കളിക്കില്ല. പിന്നെ അവൻ്റെ ഒപ്പം കളിക്കാൻ വിചാരിച്ചിട്ട് വന്നതാണ്. എന്നാലും വില്ലേജ് തപ്പാം. വില്ലേജ് നോക്കാം. നമുക്ക് നോക്കാം. നമുക്ക് അവൻ്റെ പിന്നാലെ പോവാം. നമുക്ക് അങ്ങനെയായിട്ടൊന്നും അറിയില്ല. അപ്പോൾ നമ്മൾ ഇതെങ്ങനെ ഞാൻ കളിക്കലുണ്ടേനു, ഇപ്പോൾ കളിക്കില്ല അതുകൊണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അവൻ്റെ ഒപ്പം കളിക്കാം. അവനെങ്ങോട്ടൊപ്പം അതേമാതിരി തന്നെ നമുക്ക് പോകാനേ കഴിയുള്ളൂ. ഇതല്ലേ പ്രൊഫഷണൽ ആൾക്കാർ വരുന്നല്ലേ? ഒരു മിനിറ്റ് ആയില്ല. ഞാൻ ഈ ബസ്സിനെ കൊണ്ടുകൊണ്ടിരിക്കുകയാണ് ബ്രോ. ഇജോടെ ഞാൻ വന്നുകൊണ്ടിരിക്കുകയാണ്. വേർ ഇസ് ദ വില്ലേജ്? ഇജെവിടെ? കണ്ടു വില്ലേജ് ഉണ്ടു. അപ്പം നമുക്ക് എന്തോ ലക്കുണ്ട്. ഇതിങ്ങനെ സാധാരണ കിട്ടണാണോ? അപ്പം നമുക്ക് ഭാഗ്യമുണ്ടല്ലേ? എന്ത് സാധനം ഒന്നും എന്താ പോലെ നമുക്കറിയില്ല. നമുക്കല്ലോ എനിക്കറിയില്ല. അപ്പം ഇനി മൈൻക്രാഫ്റ്റിൻ്റെ വീഡിയോ വേണോ എനിക്കറിയില്ല. ഇന്ന് രാത്രി വേറൊരു വീഡിയോ വരുന്നതാണ്. റോബ്ലോക്സ് 99 നൈറ്റ്സിൻ്റെ ഒരു വീഡിയോ ഇന്ന് രാത്രി വരുന്നതാണ്. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യാം. എന്തായാലും നമുക്ക് കളിക്കാം. വില്ലേജ് കിട്ടുന്നു. ബ്ലാക്ക് സ്മിത്ത് ടീ റൂമിൽ നിന്നാവും അല്ലേ? റൂമിൽ നിന്നാ? ഇതൊക്കെ ഞാൻ പൊട്ടിക്കട്ടെ? അതൊന്നും ആവശ്യമില്ല. ഇജൂടെ? ഞാൻ അടുത്തേക്ക് വരുന്നോണ്ടിരിക്കുകയാണ്. ആകാശം നമുക്ക് ഓൻ്റെ അടുത്തേക്ക് പോയേക്കാം. അപ്പോൾ നമ്മുടെ അടുത്ത് തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഓൻ്റെ അടുത്തേക്ക് പോയേക്കാണ്. വെള്ളം കണ്ടല്ലോ. ഒന്ന് അടിക്കാൻ കഴിയാത്തൊരു വെള്ളമുണ്ട്. ഒരു ഉപകാരമില്ല. ഈ വരണ്ടുള്ളിലല്ലേ? വരണ്ടുള്ളിലോ? അങ്ങനെ പറ. ഞാൻ വരണ്ടുള്ളിലുണ്ട്. എവിടെ?
ആ ചെസ്റ്റ് ഓപ്പൺ ആക്കും. അത് കണക്കുള്ളതാണ്. ഒക്കെ ഞാൻ എടുത്തുകളെ. വേഷമൊക്കെ നമുക്ക് റെഡിയാക്കാം. നമ്മൾ ആദ്യത്തെ കൊളാബാട്ടോ. ഈ വീഡിയോ നമുക്ക് പൊളിക്കണം. ഓക്കെ, നമുക്ക് ഇനി വുഡ് കളക്ട് ചെയ്യാം. എവിടെയെങ്കിലും പോയിക്കൊണ്ട് ട്രേഡ് ചെയ്ത് നോക്കാം നമുക്ക് ചിക്കനോട്. വെള്ളം വിട്ട് നോക്കട്ടെ. കിട്ടി. ഓക്കെ ഓക്കെ ഓക്കെ, നമുക്ക് ഒന്നും കിട്ടിയില്ല എന്നാണ് പറഞ്ഞത്. ഇങ്ങനെ പോക്കുക. എത്രയേ ഉള്ളൂ. ആരിക്കോളൂ, ഞാൻ എൻ്റെ പിന്നാലെ വരുന്നുണ്ട് കേട്ടോ. ഞാൻ ഇതിനുള്ളിൽ കയറിയിട്ട് എന്നെ പൊട്ടിക്കട്ടെ ഒരു മനസ്സുഖത്തിന്. വേണ്ട, പാവങ്ങൾ ആൾക്കാരെയും ഞാൻ ഒരു പെരണ്ട്. നമുക്ക് പെരൻ്റെ ഉള്ളിൽ നിന്ന് എന്തെങ്കിലും ആവശ്യമുള്ളത് കിട്ടുമോ? ആവശ്യമുള്ളതൊരു കിട്ടുമോ? ഈ ലൈബ്രറീൻ്റെ ആ ബുക്ക് ഷെൽഫൊക്കെ ആവശ്യമുള്ള? പിന്നെ ഇതാവശ്യമുള്ള? ഇതാവശ്യമുള്ള? പിന്നെ എന്തിനാ എടുക്കണേ? ആ അങ്ങനെ ബുക്ക് ഷെൽഫ് വീടാ. ആ വീടുണ്ടാക്കണമെങ്കിൽ കുറച്ച് പാട് പെടും. എടാ, നമ്മളെ കൊല്ലാനും വേണ്ടി വില്ലേജസ് എന്തൊക്കെ ചെയ്തു നോക്കാം. ലാവൊക്കെ ആദ്യം ഒഴിച്ച് വെച്ചിക്കണ്. ആരറിഞ്ഞാണെങ്കിലോ? ആ എല്ലാവർക്കും പറയണ്ടേ. ആ ബുക്ക് ഷെൽഫൊക്കെ ഞാൻ പൊട്ടിക്കാൻ പോണേ. സോറി വില്ലേജസ്, ഞാൻ പൊട്ടിക്കാൻ പോവാണ് ഗൈസ് ബുക്ക് ഷെൽഫ്. ഇന്ത്യയൊക്കെ ഇല്ലാത്ത സാധനങ്ങളുള്ള സാധനങ്ങളൊക്കെ കുറേ ഉണ്ട്. നമുക്കിതൊക്കെ പൊട്ടിക്കാം. ഇതൊന്നും അങ്ങനെ വില്ലേജസിന് വേണ്ട. എന്താ പോരാ പൂജ ഓർക്കെന്നെല്ലാം വേണമെന്നാ? എന്ത് പരിപാടിയാണ് ഇവിടുത്തെ? കണ്ട ഗൈസ്, വില്ലേജസ് പുറത്തുനിന്ന് നോക്കാം. എന്തോ നമുക്ക് പാർട്ട് 2 പാർട്ട് 3 എത്ര വേണേലും വരും. എത്രണ്ണോ? എന്താ ഗൈസ്, നിങ്ങൾക്ക് സാധനം എന്താ പോലും അറിയില്ല. അതുകൊണ്ടാട്ടോ. കാരണം വിചാരിക്കരുത് എന്ത് സാധനം. എത്രണ്ണോ? എനിക്ക് ഏതെങ്കിലും ഒന്ന് താ. എനിക്ക് എവിടുന്നാ കിട്ടണേ? അല്ല, എനിക്ക് എവിടുന്നാ കിട്ടണേ? പന്നി ഹറാമാണ്, പക്ഷെ നമ്മൾ പന്നിനെ കൊന്നാൽ ഫുഡ് കിട്ടും. അപ്പോൾ ഹറാം ഫുഡ് നമ്മൾ കഴിക്കരുതെന്നുണ്ടെങ്കിലും നമ്മൾ മൈൻക്രാഫ്റ്റിൽ കഴിക്കേണ്ടി വരും ചില അവസരങ്ങളിൽ. അതൊക്കെ എന്ത് സാധനങ്ങളാണ്. അവസരം വന്നാൽ നമ്മൾ തിന്നണ്ടല്ലോ. അതാണ് അതിൻ്റെ ഒരു ഇതാ. അതങ്ങനെയാണ്. ആ ഒരു മിനിറ്റ്, ഇവനിത് ഒരു സ്ഥലത്ത് നിൽക്കണം. ഒരു സ്ഥലത്തേക്ക് നിൽക്കും പന്നി. പേരെന്നെ നമുക്ക് വിളിച്ചാ അങ്ങോട്ട് പോവാ. ഇതൊക്കെ പൊടിക്കടാ. പൊടിക്കലേ? ഡയമണ്ട് കിട്ടിയാ? നമുക്കൊക്കെ എന്തോ ലക്കുണ്ടാ. ഞാൻ കാര്യം പറയട്ടെ, ഞാൻ വില്ലേജ് മൊത്തം വെള്ളാക്കട്ടെ. ഒരു സുഖം. എന്നാ വേണ്ട, നമുക്കല്ലേ ഇത് വേണ്ട. നമുക്ക് ഇത് മാത്രം പോരെ. ഒക്കെ മതി. എന്തിനാ എല്ലാം കൂടി അങ്ങോട്ട് പോകല്ലേ? ഒബ്സീഡിയൻ എന്താണ്? ഫുഡൊക്കെ ഇന്ത്യക്കാണ്. ഞാൻ ഞങ്ങൾക്ക് തരണ്ട. എനിക്ക് അങ്ങനെ ഉണ്ടാക്കലൊന്നും അറിയില്ല. എന്ത്? ആ മരം വേണമെങ്കിൽ ഞാൻ എടുക്കണോ? ആ നമുക്ക് പിക്കാക്സ് ഇതൊക്കെ ഉണ്ടല്ലോ അല്ലേ? വെറുതെ അല്ല ഞാൻ പൊട്ടത്തിൽ ഇങ്ങനെ ചെയ്യണ്ട്. ഇത്രേ ഉള്ളൂ. ഇതൊക്കെ ആ കിട്ടിയോടെ. ആ ഇജവിടെ? ഞാനും വില്ലേജിൽ തന്നെ ഉള്ളു. എന്നിട്ട് എന്നെ കാണിക്കല്ലോ. നമുക്കിങ്ങനെ നോക്കാം. അവനെവിടെ നോക്കട്ടെ. ആ അവരുണ്ട്, ഞാൻ കണ്ടു എന്നെ. ഞാൻ വരാം എൻ്റെ അടുത്തേക്ക്. ഇവിടെ ഒരു പൂച്ചമാരത്തൊരു ചെക്കൻ വന്നേക്കണേ. പൂച്ചക്കൻ. അത് വേറെ ആരും അല്ല. വേണ്ട വരണ്ട. ആ ഹലോ, അസ്സലാമു അലൈക്കും. ആ ഞാൻ ഫുഡൊക്കെ നമുക്ക് വിട്ടുതരാം. അത് ഞാനല്ല കേട്ടോ.
അത് ഈ SZ എന്ന് പറഞ്ഞ ഒരുത്തനാണ് യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്. ബ്ലോക്ക് മാങ്കോ കളിക്കുന്ന ഒരു SZ പറഞ്ഞൊരു യൂട്യൂബറാണ്. അതൊന്നും തന്നെ എല്ലാവരും സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാം. ആ ഇതെങ്ങനെ കളക്ട് ചെയ്യല്? കിട്ടി. ഞാൻ ഇപ്പോൾ എടുത്തുക്കണോ? എൻ്റെ കൈക്കപ്പോൾ ഷീൽഡ് ഉണ്ട്. ഇൻവെന്ററി പോ. ആ ഇൻവെന്ററി പോയി. എന്നിട്ട് ആ ഷീൽഡ് എടുത്താണ്ട് എൻ്റെ ആ ഒരു ഇവിടെ ഡ്രസ്സിന് ചിഹ്നം കണ്ടില്ല, നോക്കി. എന്നിട്ട് എൻ്റെ എൻ്റെ കയ്യിൽ എന്തൊക്കെയുണ്ട്, അയണിൻ്റെ എന്തെങ്കിലും ഉണ്ടോ ഡ്രസ്സ്? അത് ഇട്ടോ? അവിടെ അല്ല, എനിക്ക് മനസ്സിലാവാത്ത മോനെ, ഒക്കെ ഒരു നേക്കാണ് നമുക്ക്. ഞാൻ ഫുഡ് നമുക്ക് ഇങ്ങനെ ഇട്ടുതരാം കേട്ടോ. എനിക്ക് ഉണ്ടാക്കാനൊന്നും അറിയില്ല. അവിടെ പോയിക്കാണ്ട് ഫുഡ് ഇതാക്കി കൊടുക്കും. ഞങ്ങൾക്ക് ഫുഡ് ഇട്ടുതരാം. ഇത് എങ്ങനെ? അവിടെ പോയിക്കാണ്ട് ഫുഡ് ഇതാക്കി. അതല്ല ഞാൻ പറഞ്ഞേ, ഇജ് ഫുഡ് ഉണ്ടാക്കി എനിക്ക് ഉണ്ടാക്കാൻ അറിയില്ലല്ലോ. ആ ഫുഡ് അവിടെ കയ്യിലിട്ടാൽ മതി. ആ ബ്ലാക്ക് സ്മിത്തിൻ്റെ അവിടെ സാധനം അതൊക്കെ എവിടെ പോലെ എനിക്കറിയില്ല. ഈ പൂച്ചനെ കൊന്ന എന്തെങ്കിലും ഉപയോഗമുണ്ടോ? അല്ലേ ഞാൻ പോയിട്ടില്ല. എവിടെ ചോടാ? ഹലോ അസ്സലാമു അലൈക്കും. എന്താ? ഹലോ. കണക്ഷൻ വരില്ലല്ലോ. പ്രോബ്ലം ഇവിടെയൊക്കെയാണ് പോണേ. അത് ഞാനല്ല, അത് അറിയാത്ത കൈ തട്ടിയതാണ്. എൻ്റെ ഒപ്പം വേറെ ഒരുത്തനുണ്ട്. ഫർണസ്. ഫർണസിൽ പോട്ടെ. നമ്മൾ ഇൻപുട്ട് വെച്ച് ഇങ്ങനെ ഫ്യൂല് വെച്ചിട്ടില്ല. രാത്രി ആയാ ഉമ്മ എവിടെ ഇറങ്ങുക? ബെഡില്ല അവിടെ ഒന്നും. ഈ വില്ലേജർക്കൊക്കെ ഒന്ന് ബെഡ് ഉണ്ടാക്കി വെച്ചൂടെ? പൊട്ടന്മാരിത് ഉള്ളും കൊളാക്കണേ. ഇവിടെ അതിന് ബെഡ് കിട്ടണ്ടേ? വേറെ വീട് തപ്പി നോക്കണേ. ബെഡ് ഉണ്ട്, പക്ഷെ ബെഡിൽ വില്ലേജർ കിടന്ന് ഉറങ്ങണേ. ഞാൻ കിടന്ന് ഓടാ വില്ലേജറാ. ഇവിടെ ഞാൻ ഉണ്ടാവുമ്പോ വേറെ ആരും ഇവിടെ കിടക്കണ്ട. ഇവിടെ ഞാൻ തീരുമാനിക്കുമ്പോൾ പകൽ, ഞാൻ തീരുമാനിക്കുമ്പോൾ രാത്രി. എടുക്കട്ടെ, നമുക്ക് നോക്കാം. എനിക്ക് അങ്ങോട്ട് കയറണം. വാശിയാണ്. ഈഗോ അതൊന്നും പേടില്ല. ചത്താലും കുഴപ്പമില്ല. എനിക്ക് അങ്ങോട്ട് കയറണം. റഹീം എന്ത് പരിപാടിയാണ്? ഞാൻ ചാവുന്ന് എന്നാലും പേടില്ല. വാശിയാണ്. ഒരു മിനിറ്റ്, ഞാൻ ഒരു പണിയിലാണ്. ഞാൻ കയറിയില്ലേനു. ഞാൻ ഇനിയും കയറും. ഈഗോമ തൊട്ട് കളിക്കണേ. ഗൈസ് നമ്മൾ കയറി. അങ്കി എന്നെ കാണണ്ട. എവിടെ? എൻ്റെ ഈഗോ ടച്ച് ചെയ്ത് കളിച്ചാണ് മൈൻക്രാഫ്റ്റിന് വരെ ഞാൻ ഉണ്ടാക്കി. അത് ഉദ്ദേശിച്ചതല്ല. ഇതൊക്കെ നമുക്ക് കളക്ട് ചെയ്യാം. നമ്മൾ കളിയിലാണ്. നമുക്ക് നോക്കാം. ഇജവിടെ എന്നെ തപ്പിയെടുക്ക. ഞാൻ ഇപ്പം ചാവൂട്ടാ. ശ്രദ്ധിക്ക്. ഇജ് പ്ലെയറാ വിചാരിച്ചിട്ട് ഞാൻ പാവാണ്. ആര് ബോധത്തോടെ സംസാരിക്ക്. ബ്രോ എനിക്ക് ഇത്ര ലൈഫുള്ളൂ. കാണ് ഫുഡ് താങ്ക്സ്. എടുത്തു. ഇനി എങ്ങനെ തിന്നല്? ലെതർ എന്നാ കഴിയോ? വിശക്കണില്ല എനിക്ക്. ഈ ഹെൽത്താണ് വേണ്ടത്. നല്ല വെള്ളം. ഞാൻ ഹെൽത്തിൽ കുളിക്കട്ടെ, അല്ല ഈ വെള്ളത്തിൽ കുളിക്കട്ടെ. അതൊക്കെ ഞാൻ വ്ളോഗ് കോമഡി ആയിക്കോട്ടെ വെച്ച് പറയണതാണ്. അല്ല തെറ്റിദ്ധരിച്ചല്ല കേട്ടോ. നിങ്ങൾ വേറെ ഒന്നും വിചാരിക്കരുതേ. ഞാൻ അടിക്ക് പോവാണ്. നോക്കണോ? ഞാൻ ഇപ്പൊ വരാം. വുഡ് കിട്ടുകയാണെങ്കിൽ കൊണ്ടുവരാ. ഞാൻ വേണം. ഇതാ ഞാൻ ഇപ്പൊ ഒരു സാധനം ഇവിടെ വെച്ചരാ. ഇപ്പൊ മനസ്സിലാവും ഞാൻ ചെയ്യുന്നത്. കണ്ടോ?
എന്നിട്ട് ഈ വില്ലേജറിന്റെ ഒരു സാധനങ്ങൾ പൊട്ടിച്ചുണ്ടാക്കണോണ്ട് എന്താ അങ്ങനെങ്കിലും എന്നെ കൊണ്ട് കഴിയണ്ട, എന്നെ കൊണ്ട് അധികം കഴിയണ്ട. ഇത് ഉണ്ടാക്കിയാ എന്ത് സ്റ്റോണിന്റെ ഇത്? ഞാൻ ഒന്നും ഉണ്ടാക്കിയില്ല, എനിക്ക് ഫുഡ് കാട്ട്. ആ ഫുഡ് അതാണ് പറയണത്. എന്ത് ഫുഡ്? ഫുഡ് എനിക്ക് തന്നീരേ കഴിഞ്ഞില്ലേ? ആ കൊറേ ഉണ്ടാവും എന്റെ ഇന്ത്യക്ക് എവിടെ ഉണ്ടാവും? ഞാൻ നോക്കട്ടെ. 13 ഇട്ടല്ലേ? വെറുതെ അല്ല എൻ്റെ തീരെ. എവിടെ എൻ്റെ ഫുഡ് പോയി? അല്ല ഞാൻ എടുത്തു. ഞാൻ ഫുഡൊക്കെ തിന്നട്ടെ. കമൻറ്റ് ചെയ്താൽ മതി, നമ്മൾ അപ്പോൾ ഞാൻ റിപ്ലൈ തരണം കേട്ടോ. നമ്മൾ വലിയ വലിയ യൂട്യൂബേഴ്സ് ആയാലും ജാടൊന്നും നമ്മളൊക്കെ ഉണ്ടാവില്ല. എന്തിനെങ്കിലും റിപ്ലൈ നമ്മൾ അപ്പോൾ തരും. കഴിയണതാണ് കേട്ടോ റിപ്ലൈ തരും. വുൾഫ് നമ്മൾ കടിക്കുമോ? ചെയ്താ കടിക്കും? ഞാൻ എന്നാ അതിനെ കൊല്ലൂട്ടോ വുൾഫിനെ. അവിടെ ഈ ഫുഡ് പെട്ടെന്ന് തീരണേ. ഭയങ്കരമായിട്ട് ഓടണ്ട. ഞാൻ ഓടുന്നില്ല. കുറച്ച് പോയാൽ മതി. എന്തെങ്കിലും അവിടെ പേടില്ല. ബിരിയാണി തീരട്ടെ. ഫുഡല്ല മാറിക്ക്. നമ്മൾ ഇതൊക്കെ പൊളിച്ചുകൊണ്ട് നിൽക്കുകയാണ്. നമുക്ക് നോക്കാം ഇത് പൊളിക്കാൻ കഴിയുമെന്ന്. എന്തോ പുറത്തുനിന്ന് ശബ്ദം ഉണ്ടാക്കുന്നുണ്ട് ഗൈസ്, നോക്കാം. ഒരു മിനിറ്റാ. ഇന്ന് ഇത്രേ ഉള്ളൂ ഗൈസ്, നമ്മൾ നിർത്തുകയാണ്. നമ്മൾ ഇനി എന്താ പറയുക, എന്തോ പണിക്ക് വിളിക്കുന്നുണ്ട്. പാർട്ട് 2 നാളെ. അപ്പോൾ നാളെ എന്തായാലും അടുത്ത വ്ളോഗ് വരുന്നത് ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമുക്ക് നോക്കാം. എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നമ്മൾ പോവാണ്.